ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഴയ ലോവറോ ചുരിദാറോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കിച്ചൺ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മുടെ കിച്ചണിൽ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ, കിച്ചൺ ടവൽസ് ഉണ്ടാകുമല്ലോ. അതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്ന് നമുക്കൊന്ന് കാണാം. ഇത് വെറും 5 മിനിറ്റിൽ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടി നമ്മൾക്ക് പഴയ ലോവറോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുമാതിരി പഴയ ചുരിദാറോ എടുക്കണം. ലോവർ ആണെങ്കിൽ ഒത്തിരിയും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണെങ്കിൽ കുറേയും കൂടെ സാധനം ഇതിനകത്ത് കൊള്ളും. ഇന്ന് ഞാൻ ഈ പഴയ ചുരിദാറിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനുവേണ്ടി ഇവിടുന്ന് ദാണ്ട ഒരു 23 ഇഞ്ച് നീളത്തിൽ നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 1 ഇഞ്ച് നീളത്തിൽ ഒന്ന് അകത്തോട്ട് മടക്കി, ഇത് രണ്ടാമത് ഒന്നും കൂടെ മടക്കി, ഇത്രയും വീതിയിൽ ഏകദേശം 1 ഇഞ്ച് വീതിയിൽ നമുക്കിത് മടക്കി സൂചി നൂല് കൊണ്ട് തയ്ച്ചെടുക്കാം. ഇത് തയ്ച്ചെടുക്കാൻ തയ്യൽ മെഷീൻ ഉള്ളവർ തയ്യൽ മെഷീനിലും തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ തയ്ച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. മേളിൽ ഭാഗവും താഴ്ഭാഗവും തയ്ച്ചിട്ടുണ്ട്. ഈ 2 ഭാഗവും തയ്ക്കുമ്പോൾ ഒരു ശകലം സ്ഥലം 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാൻ. മേൽഭാഗത്ത് ഇതുമാതിരിയുള്ള വള്ളിയും താഴ്ഭാഗത്ത് ഇതുമാതിരി എലാസ്റ്റിക്കും ഇടുന്നതിന് വേണ്ടിയാണ് 1/2 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കണമെന്ന് പറയുന്നത്. ഇതുപോലെ കനം കുറഞ്ഞ ഒരു എലാസ്റ്റിക് എടുത്തിട്ട് ഒരു 8.5 ഇഞ്ച് നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൻ്റെ അടിഭാഗത്ത് താഴ്വശത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് രണ്ടും കൂടെ, ഈ എലാസ്റ്റിക് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി ജോയിൻ ചെയ്യണം. ഇത്രയും വീതിയിൽ നമുക്ക് എലാസ്റ്റിക് തയ്ച്ച് വെച്ചിട്ട് ഈ നമ്മൾ വിട്ട ഭാഗം തയ്ച്ചെടുക്കണം. ഇനി ഇതുപോലൊരു വള്ളി എടുത്ത് സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിൻ്റെ മേൽഭാഗത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ 2 അറ്റവും കൂടെ നമുക്ക് കൂട്ടി ചേർത്ത് തയ്ച്ചു കൊടുക്കണം. ഞാൻ ഇതുപോലെ തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഞാൻ മറ്റേ ഭാഗവും തയ്ച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമാതിരിയുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും, അടുത്തതിൽ ഇതുമാതിരിയുള്ള കിച്ചൺ ടവൽസും ഇതിനുള്ളിലിടുക. നമുക്ക് ഇതുപോലെ തൂക്കിയിട്ടിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിലെ ഓരോന്നെടുത്ത് ഇതുപോലെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ ഈ കിച്ചൺ ടവൽസും ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.